ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അടിമാലിയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. ആളുകളെ ഒഴിപ്പിച്ച ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ഒരു വീടിന് മുകളിൽ മണ്ണ് പതിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ ഒരു കുടുംബം കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തുവരുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ വൈദ്യുതി ഇല്ല എന്നുള്ള ഒരു വിവരം കൂടി ലാൽകൃഷ്ണൻ പങ്കുവയ്ക്കുകയായിരുന്നു. വൈദ്യുതി ഇല്ലാത്തതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ചെറിയ രീതിയിൽ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഒരിക്കൽ കൂടി ലാൽ കൃഷ്ണനോട് ചോദിച്ചറിയാം. ലാൽ, നിലവിൽ ഇവിടെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ മറ്റ് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? നിലവിൽ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യം മാത്രമേ അവിടെ ഉള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ തൊട്ട് മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണ അതോറിറ്റി ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം ആദ്യം ഘട്ടം മുതൽ എടുത്തിട്ടില്ല. കോൺട്രാക്ടർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ സമയത്തും ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും പൂർണ്ണമായിട്ടും ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ടോടു കൂടി ഗർത്തം രൂപപ്പെട്ടപ്പോഴാണ് ആളുകളെ മാറ്റി പാർപ്പിക്കാം എന്ന നിലയിലേക്ക് തീരുമാനം പോയത്. ആദ്യഘട്ടം മുതൽ തന്നെ അടിമാലി മൂന്നാർ റൂട്ടിൽ ഈ മണ്ണിടിച്ചിൽ ഇന്നലെ ഉച്ചയോടുകൂടി രൂപപ്പെട്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചതായിരുന്നു. പക്ഷെ അത് പൂർണ്ണ തോതിൽ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഉച്ചയോടുകൂടിയാണ് മണ്ണിടിച്ചിൽ കൂടുതൽ ശക്തമാകാൻ തുടങ്ങിയത്. വൈകിട്ടോടുകൂടി റോട്ടിൽ തന്നെ ഗർത്തം രൂപപ്പെടുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് ഈ കൂടുതൽ മണ്ണിടിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന തോന്നലുണ്ടായത്. അത്തരത്തിൽ 22 കുടുംബങ്ങളെ അടിമാലി ഹൈസ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. അടിമാലി ഹൈസ്കൂളിൽ 22 കുടുംബങ്ങൾ സുരക്ഷിതരായി ഉണ്ട് എങ്കിൽ പോലും 25-ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവരെ അടക്കം മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഒരു വീടിന് മുകളിലേക്ക് പൂർണ്ണമായും മണ്ണിടിഞ്ഞിട്ടുണ്ട്. മറ്റു വീടുകളിലേക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിഗമനം. പക്ഷേ അത് എത്രത്തോളമാണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്ന വീട് ഭാഗികമായും തകർന്ന നിലയിലാണ്. ആ വീടിനുള്ളിൽ ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നിഗമനം. അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിലവിൽ ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ആ പ്രദേശത്തുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതുമാണ്. മരങ്ങളും കല്ലുകളും അടക്കം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്നതിനോ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതിനോ അവിടെ പ്രായോഗികമായ നിലവിൽ സാധിക്കുന്ന സാഹചര്യങ്ങളില്ല. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അടിമാലിയിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്നുള്ള വിവരമാണ് അല്പസമയം മുൻപ് വന്നത്. ആളുകളെ ഒഴിപ്പിച്ച ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരിയ രീതിയിൽ മണ്ണിടിച്ചിൽ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇടമാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായത്. മുൻപ് ഗർത്തം രൂപപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ ചില ആളുകൾ ഇതുമായി സഹകരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ആ സമയം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഒരു വീടിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രാദേശിക ലേഖകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അലനാണ് ഇപ്പോൾ ചേരുന്നത്. അലൻ, നിലവിലെ അവസ്ഥ എന്താണ്? നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഉൾപ്പെടെ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കത്ത് പഞ്ചായത്തിന് കൊടുക്കുന്നത്. അതോടുകൂടി വൈകുന്നേരത്തോടു കൂടി ഇവിടെയുള്ള 22 കുടുംബങ്ങളെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷേ ഇതിൽ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലക്ഷൻ വീട് കോളനിയാണ്. 4 സെന്റ് വീതം പതിച്ചു നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ 60ഓളം കുടുംബങ്ങളാണ് ഈ ഒരു മേഖലയിൽ തിങ്ങി പാർക്കുന്നത്. ഇതിന് തൊട്ടു മുകളിലായാണ് ചെങ്കുത്തായ രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തത്. അന്ന് മണ്ണെടുത്തപ്പോൾ തന്നെ വലിയ പരാതിയൊക്കെ പറഞ്ഞിരുന്നതാണെങ്കിലും ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിടിഞ്ഞ് വന്ന് വീണിരിക്കുന്നത് ഇവിടെ ബിജു എന്ന് പറയുന്ന ഒരാളുടെ വീടിന് മുകളിലേക്കാണ്. ഈ മണ്ണിടിഞ്ഞ് വീണതോടുകൂടി ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു മരങ്ങളും കല്ലുകളും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഈ വീടിന് മുകളിലേക്ക് വീണു. കോൺക്രീറ്റ് വീടാണ്. ഈ കോൺക്രീറ്റ് വീട് നിലംപൊത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്താണ് ലിജുവും ഭാര്യയും നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈദ്യുതി ലൈനുകളെല്ലാം തകർന്നതുകൊണ്ട് ഈ വൈദ്യുതി ലൈനുകളെല്ലാം തന്നെ വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന്റെ വ്യാപ്തി ഇതിന്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു മിനിറ്റിന് മുമ്പാണ് ഇവിടെ ഫയർഫോഴ്സിന്റെ ലൈറ്റ് സ്ഥാപിക്കുന്നത്. ഈ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. ഒരു മല പൂർണ്ണമായും ഇടിഞ്ഞ് താഴത്തേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വീടിന് മുകളിലേക്ക് മാത്രമാണോ ഈ മണ്ണ് പതിച്ചിരിക്കുന്നത്? മറ്റ് വീടുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇത്? അത് ഇതിനോട് ചേർന്ന് തൊട്ട് താഴെ തന്നെ 2-3 വീടുകൾ വേറെയും ഉണ്ട്. പക്ഷെ ആ 3 വീടിലെയും ആളുകൾ നിലവിൽ ക്യാമ്പിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നമ്മളവരെ ബന്ധപ്പെട്ടിരുന്നു. അവർ ക്യാമ്പിലാണ് ഇപ്പോൾ നിലവിൽ ക്യാമ്പിലാണ് അവർ കഴിയുന്നത്. പക്ഷേ ഈ കുടുംബത്തിലെ ആളുകൾ ക്യാമ്പിലേക്ക് പോകുന്നതിന് വേണ്ടി വീട്ടിലെത്തി അത്യാവശ്യ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് തിരിച്ച് ക്യാമ്പിലേക്ക് പോകുന്നതിന് വേണ്ടി തുടങ്ങുമ്പോഴാണ് ഈ ഒരു അപകടം
കുടുംബിനെ സംഭവിക്കുന്നത്. മറ്റ് മഴയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അപകടം സംഭവിക്കുമെന്ന്. ഇടയിലാണ് പെട്ടെന്ന് ഈ മണ്ണിടിഞ്ഞ് വരികയും ഇവരകത്ത് കുടുങ്ങി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഈ രണ്ടുപേർ മാത്രമാണോ ഇപ്പോൾ ഈ വീട്ടിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ കുടുംബത്തിലാകെ ഇവർ രണ്ടുപേർ മാത്രമാണോ ഉള്ളത്? നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം വെച്ച് അങ്ങനെ ഇവർ രണ്ടുപേര് മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ ബാക്കി ഉണ്ടായിരുന്ന ആളുകളെല്ലാം മറ്റു ബന്ധുവീടുകളിലേക്കും പുറത്തേക്ക് മാറിയിരുന്നു. ഇവർ നമ്മൾ തൊട്ട അയൽവക്കത്തെ വീട്ടിൽ, അതായത് കയറി വരുന്ന വഴിക്കുള്ള വീട്ടിൽ സുരക്ഷിതരായുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ തിരിച്ചു പോവുകയാണ്, കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറി മിനിറ്റുകൾക്കകമാണ് ഈ അപകടം നടന്നതെന്നാണ് തൊട്ടടുത്തുള്ള അയൽവാസികളോട് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.